9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്ലാസ് 9 കെമിസ്ട്രിയിലെ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന ചാപ്റ്റർ ആരംഭിക്കാം. നമ്മൾ മാറ്ററിനെ കുറിച്ചും അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സും മാറ്റർ പ്യുവർ ആണോ എന്നതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ്. നമുക്കിപ്പോൾ ആറ്റം എന്നൊരു കോൺസെപ്റ്റ് വളരെ സുപരിചിതമാണ്. ഈ ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകളും ഫിലോസഫീസും എല്ലാം തുടങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങളായി. ഏതാണ്ട് 500 BC തന്നെ ഇന്ത്യയിലെ ഫിലോസഫറായിരുന്ന മഹാഋഷി കനദ് അന്ന് നമ്മുടെ ഹിന്ദിയിൽ അല്ലെങ്കിൽ സാൻസ്ക്രിറ്റിൽ മാറ്റർ എന്ന് പറയുന്ന പേര് പദാർത്ഥം എന്നാണ്. ഈ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് പരമാണു കൊണ്ടാണെന്ന് പറഞ്ഞു. അദ്ദേഹം അതിനെ വിഘടിച്ച് അവസാനം നമുക്ക് പരമാണു ലഭിക്കുമെന്ന് പറഞ്ഞു. അതേ സമയത്ത് തന്നെ പകുത കാത്തിയാമ എന്നൊരു മറ്റൊരു ഇന്ത്യൻ ഫിലോസഫർ പറഞ്ഞത് ഇവയ്ക്കെല്ലാം ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവ കൂട്ടം കൂടി ചേർന്ന് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഗ്രീക്ക് ഫിലോസഫേഴ്സായ ഡെമോക്രിറ്റസ്, ലൂസിപ്പസ് ഒക്കെയാണ് ആറ്റംസ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അവർ പറഞ്ഞു ഏത് മാറ്ററിനെയും വിഘടിച്ചാൽ നമുക്ക് അവസാനം എന്ത് കിട്ടും, ആറ്റംസ് കിട്ടുമെന്ന് മനസ്സിലായി. പക്ഷേ പിന്നീടുള്ള 18th സെഞ്ചുറിയൊക്കെ ആയപ്പോഴേക്കും കെമിക്കൽ റിയാക്ഷനൊക്കെ നടത്തി സയൻറ്റിസ്റ്റ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. ഒടുവിൽ ആന്റോയിൻ എൽ ലാവോയ്സർ എന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് പ്രൊപ്പോസ് ചെയ്തത്. ഇത് ഈ ആറ്റത്തെ കുറിച്ചിട്ടുള്ള പല യാഥാർത്ഥ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് വഴിയൊരുക്കി. ഒത്തിരി എക്സ്പെരിമെൻറ്റ്സിൻ്റെ ഫലമായിട്ട് ഒത്തിരി റിയാക്ഷൻസ് നടത്തി പരീക്ഷിച്ചതിന് ശേഷമാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് അവർ പ്രൊപ്പോസ് ചെയ്തത്. അപ്പോൾ ലോസ് എന്നാണ് പറയുന്നത്. അതിൽ ഒന്നിലധികം നിയമങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇതിൽ 3 നിയമങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. പക്ഷേ നമ്മളിതിൽ ആദ്യത്തെ 2 മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു ലോയാണ് ആദ്യമായിട്ട് മാറ്ററിൻ്റെ ബേസിക് കോമ്പണൻ്റ് എന്നുള്ളത് ആറ്റം ആണെന്ന് സ്ഥിരീകരിച്ചത്. അതോടൊപ്പം തന്നെ ഇതിന് ശേഷം ഡാൾട്ടൺ തൻ്റെ അറ്റോമിക് തിയറി പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ബേസ് ആയിട്ട് നിന്നതും ഈ ലോസ് ആണ്. അപ്പോൾ ആദ്യത്തെ ലോ ആയ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രപ്പോസ് ചെയ്തത് ലാവോയ്സിയർ 1774 അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ഷന് മുൻപുള്ള പദാർത്ഥങ്ങളും റിയാക്ഷൻ നടന്നു കിട്ടുന്ന പ്രോഡക്ട്സും ഒരേ മാസ്സായിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഈ ലോ അനുസരിച്ച് mass can neither be created nor be destroyed in a chemical reaction, but it remains the same before and after the reaction. അതായത് ഒരു രാസപ്രവർത്തനത്തിൻ്റെ സമയത്ത് നമുക്ക് മാസ് അഥവാ പിണ്ഡം അതിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടാക്കാനും കഴിയില്ല, ഉള്ളതിനെ നശിപ്പിക്കാനും കഴിയില്ല. അത് തുടക്കവും അവസാനവും ഒന്നായിട്ട് തന്നെ ഇരിക്കും. അതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ കാർബൺ ആൻഡ് ഓക്സിജൻ കൂടി ചേർന്ന് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ ഏതൊക്കെ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പദാർത്ഥങ്ങളാണ് യോജിക്കുന്നത്? കാർബണും ഓക്സിജനും. അപ്പോൾ അവയെ നമ്മൾ പറയുന്ന പേരാണ് റിയാക്റ്റൻസ്. അതായത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വസ്തുക്കളെയാണ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്. അതേസമയം നമുക്ക് കിട്ടുന്നത് എന്താണ്? അവ കൂടിച്ചേരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ പറയുന്ന പേര് പ്രോഡക്റ്റ് എന്നാണ്. അപ്പോൾ സാധാരണയായി ഒരു രാസപ്രവർത്തനം നമ്മൾ എഴുതുമ്പോൾ റിയാക്റ്റൻസ് ഒന്നോ ഒന്നിലധികമോ ഉണ്ടെങ്കിൽ അതിനെ പ്ലസ് ഇട്ട് നമ്മൾ ഇടതുവശത്താണ് എഴുതുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHSൽ. RHS അല്ലെങ്കിൽ വലത് സൈഡിൽ നമുക്ക് പ്രോഡക്ട്സ് ലഭിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു റിയാക്റ്റൻ്റ് വിഘടിച്ച് പല പ്രോഡക്ട്സ് ആകാം. ഇവിടെ ഒന്നിലധികം റിയാക്റ്റൻസ് കൂടി ചേർന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ പലതരത്തിലുള്ള റിയാക്ഷൻസ് കാണാം. അപ്പോൾ എപ്പോഴും ഇടതുവശത്ത് വരുന്നത് റിയാക്റ്റൻ്റ് ആയിരിക്കും. അതായത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വസ്തുക്കൾ. വലതുവശത്ത് ലഭിക്കുന്നത് ഫലമായി ഉണ്ടാകുന്ന പ്രോഡക്ട്സ് ആണ്. ഇതിനെ തമ്മിൽ നമ്മളൊരു ആരോ മാർക്ക് കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ ആരോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാസപ്രവർത്തന ദിശയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് കാർബണും ഓക്സിജനും ഉണ്ട് അല്ലേ? അപ്പോൾ ഈ റിയാക്റ്റൻസിൻ്റെ മാസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ X ഗ്രാം ഓഫ് കാർബണും Y ഗ്രാം ഓഫ് ഓക്സിജനും ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ടോട്ടൽ എത്രയാണ്? X+Y അല്ലേ? അപ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൻ്റെ മാസ് നോക്കിയാലും എത്രയായിരിക്കും? X+Y ആയിരിക്കും. ഒരിക്കലും അത് മാറുന്നില്ല. മറ്റൊരു എക്സാമ്പിളാണ് കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ണാമ്പ്, ലൈം സ്റ്റോൺ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ്. അതിപ്പോൾ ഞാനൊരു 100 ഗ്രാം എടുത്ത് ചൂടാക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് എന്തായിട്ട് മാറും? വിഘടിച്ച് പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് ലഭിക്കുന്നത് കാൽഷ്യം ഓക്സൈഡ് അഥവാ ക്വിക്ക് ലൈം എന്ന് പറയും. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും ആണ്. ഇതൊരു വാതകമാണെന്ന് നമുക്കറിയാം, ഇതൊരു സോളിഡാണ്. പക്ഷേ എന്തായാലും ടോട്ടൽ മാസേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 56 ഗ്രാം കാൽഷ്യം ഓക്സൈഡും 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 100 ഗ്രാം തന്നെ കിട്ടില്ലേ? അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താണ്? ശരിയാണെന്ന് മനസ്സിലായി. ഇനി ഇത് കൂടാതെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ. അതിൽ നമുക്കറിയാം
ടെക്സ്റ്റ് ബുക്കിൽ 3 പെയർ ഓഫ് സബ്സ്റ്റൻസസിനെ കമ്പൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ രണ്ടാമത്തേതായ ബേരിയം ക്ലോറൈഡും സോഡിയം സൾഫേറ്റിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കോണിക്കൽ ഫ്ലാസ്കും ഒരു ഇഗ്നീഷ്യൻ ട്യൂബുമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ അതിൻ്റെ മാസ് ഒന്ന് വെയ് ചെയ്ത് വെക്കുക, അപ്പാരറ്റസിൻ്റെ മാസ്. അതിനുശേഷം നമ്മൾ ആദ്യം ഒരു സോഡിയം സൾഫേറ്റ് ആ ബീക്കറിൽ എടുക്കുക. അതിലൊരു ഇഗ്നീഷ്യൻ ട്യൂബിൽ നമ്മൾ ബേരിയം ക്ലോറൈഡിനെ അതിനകത്ത് ഇറക്കി വെക്കുക. അപ്പോൾ അത് ഒരു സ്മോൾ ക്വാണ്ടിറ്റി എടുത്താൽ മതി, നമുക്ക് അളന്ന് മനസ്സിലാക്കി വെക്കാം. അതിനുശേഷം നമ്മൾ ഇത് ഇറക്കിയ ശേഷം അല്ലെങ്കിൽ ടോട്ടൽ മാസ് എടുത്തിട്ട് നമുക്ക് നോക്കാം. അതായത് അപ്പാരറ്റസിൻ്റെ മാസ് നമ്മൾ ആദ്യമേ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഇനിയുള്ള മാസിൽ നിന്ന് അപ്പാരറ്റസിൻ്റെ മാസ് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിയേജൻസ് ഏതൊക്കെയാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ റിയാക്റ്റൻസിൻ്റെ മാസ് ലഭിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ അകത്തുള്ള ട്യൂബ് ഒന്ന് ചരിച്ചിട്ട്, അതായത് നമ്മൾ ആ ബേരിയം ക്ലോറൈഡിനെ സോഡിയം സൾഫേറ്റുമായിട്ട് മിക്സ് ആക്കാൻ അനുവദിക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അതായത് ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവ മിക്സ് ആവും. അപ്പോൾ നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നതായിട്ട് കാണാം. ആ വെള്ള പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് ഈ ലയിക്കാത്ത ഒരു കട്ടിയുള്ള ലയിക്കാതിരിക്കുന്ന ഒരു സോളിഡിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വെള്ള കളർ ഒരു പദാർത്ഥം ഉണ്ടാകും, അത് നമ്മുടെ ബേരിയം സൾഫേറ്റ് ആണ്. ഒപ്പം സോഡിയം ക്ലോറൈഡും ഉണ്ടാകും. അപ്പോൾ നമ്മളിനി ഈ മാസ് ഇപ്പോൾ പ്രോഡക്റ്റ് ആയതിനു ശേഷം വീണ്ടും ആ മൊത്തം വെയിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ അപ്പാരറ്റസിൻ്റെ മാസ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ റിയേജൻറ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് റിയേജൻറ്റ് റിയാക്ട് ചെയ്ത് കിട്ടിയ പ്രോഡക്റ്റിൻ്റെ മാസ് കിട്ടും. അത് നമ്മുടെ ആദ്യത്തെ റിയാക്റ്റൻ്റെ മാസിന് സമമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സ്ഥിരീകരിക്കാൻ കഴിയും. അടുത്ത ലോയായ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, അതും നമ്മുടെ ലാവോയിസറുടെ കോൺട്രിബ്യൂഷൻ ആണ്. അദ്ദേഹം മറ്റു സയൻറ്റിസ്റ്റുമായിട്ട് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലായി, പല കമ്പൗണ്ട്സ് അവർ പരിശോധിച്ചപ്പോൾ എല്ലാ കമ്പൗണ്ട്സിലും ഒന്നിലധികം എലമെൻറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ എപ്പോഴും ഒരു കമ്പൗണ്ടിലെ ആ എലമെൻറ്റ്സിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആണെന്നുള്ളതാണ്. അതിപ്പോൾ പല സയൻറ്റിസ്റ്റ് ഒരേ റിയാക്ഷൻ ചെയ്ത് കിട്ടിയപ്പോഴും ആ പ്രൊപ്പോർഷൻ എപ്പോഴും സെയിം ആയിട്ടിരുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഈ ലോ പറയുന്നത് ഇൻ എ കെമിക്കൽ കമ്പൗണ്ട് ദ എലമെൻറ്റ്സ് ആർ കമ്പൈൻഡ് ഇൻ എ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ബൈ മാസ്. കാരണം നമ്മളിപ്പോൾ വാട്ടർ എന്നൊരു മോളിക്യൂള്, നമുക്ക് വാട്ടർ എന്നൊരു തന്മാത്ര, ജലത്തിൻ്റെ തന്മാത്ര ലഭിക്കണമെങ്കിൽ നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്യണമെന്ന്. പക്ഷേ ഹൈഡ്രജനും ഓക്സിജനും എങ്ങനെയെങ്കിലും കമ്പൈൻ ചെയ്താൽ നമുക്ക് വാട്ടർ ലഭിക്കില്ല. എപ്പോഴും ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള 1 ഗ്രാം ഹൈഡ്രജന് 8 ഗ്രാം ഓക്സിജൻ എന്നുള്ള കണക്കിലെടുത്താൽ മാത്രമേ നമുക്ക് വെള്ളം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എത്രയാണ്? 1:8 ബൈ മാസ് അല്ലേ? അത് മാറില്ല. ഇപ്പോൾ നമ്മൾ കടലിലെ വെള്ളം എടുത്താലും കിണറ്റിലെ വെള്ളം എടുത്താലും ടാപ്പിലെ വെള്ളം എടുത്താലും അല്ലെങ്കിൽ നമ്മളൊരു പോണ്ടിലെ വെള്ളം എടുത്താലും വെള്ളത്തിന് തന്മാത്രയ്ക്ക് എന്ത് വേണം? ഹൈഡ്രജനും ഓക്സിജനും 1:8 എന്ന റേഷ്യോയിൽ മാസ് റേഷ്യോയിൽ അവർ ജോയിൻ ചെയ്തിരിക്കണം. അപ്പോൾ 1 ഗ്രാം ഹൈഡ്രജന് 8 ഗ്രാം ഓക്സിജൻ എടുത്താലേ നമുക്ക് ജലം ലഭിക്കുകയുള്ളൂ. അത് ഞാൻ പ്രിപ്പയർ ചെയ്താലും നിങ്ങൾ പ്രിപ്പയർ ചെയ്താലും. ഇനി മറ്റൊരു കമ്പൗണ്ടാണ് അമോണിയ. അമോണിയ ഉണ്ടാകുന്നതിന് നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങൾക്കെല്ലാം നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ തന്നു, എന്നിട്ട് നിങ്ങളോടെല്ലാം അമോണിയ ഉണ്ടാക്കാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾ തോന്നിയ കോമ്പിനേഷനിൽ ഒരാൾ ഈക്വൽ എമൗണ്ട് എടുത്തു, ഒരാൾ ഒരു 1/2 എന്നുള്ള റേഷ്യോയിൽ എടുത്തു, ഒരാൾ 2/1 എന്നുള്ള റേഷ്യോയിൽ എടുത്തു. അപ്പോഴൊന്നും നമുക്ക് അമോണിയ കിട്ടില്ല. അമോണിയ കിട്ടണമെങ്കിൽ 14:3 എന്ന മാസ് റേഷ്യോയിൽ എടുക്കണം. അതായത് 14 ഗ്രാം നൈട്രജന് 3 ഗ്രാം ഹൈഡ്രജന് എന്നുള്ള ആ പ്രൊപ്പോർഷനിൽ എടുത്താൽ മാത്രമേ നമുക്ക് അമോണിയ. അതാണ് എപ്പോഴും ഒരു കോമ്പൗണ്ടിലുള്ള എലമെൻസിൻ്റെ മാസ് പ്രൊപ്പോർഷൻ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസിൻ്റെ ബേസിസിൽ ഡാൾട്ടൺ എന്നൊരു ശാസ്ത്രജ്ഞൻ അറ്റമിക് തിയറി പ്രപ്പോസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് മാറ്റർ, അത് ഏത് ഫോമിലാകട്ടെ, എലമെൻ്റ് ആയാലും കമ്പൗണ്ട് ആയാലും മിക്സ്ചർ ആയാലും, അത് ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് നമ്മൾ കാണാതെ പഠിക്കണം. അതിൽ ആദ്യത്തേത് ഓൾ മാറ്റർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. അതായത് എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത്, പദാർത്ഥങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് ആയുള്ള ആറ്റംസ് കൊണ്ടാണ്. രണ്ടാമത്തെ പോയിന്റ്, ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് ആൻഡ് ദേ കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അതായത് ആറ്റംസ് ഇൻഡിവിസിബിൾ ആണ്, അവയെ നമുക്ക് വിഘടിക്കാൻ സാധ്യമല്ല. ഏറ്റവും ഒരു സാധനത്തിനെ വിഘടിച്ച് ഇപ്പോൾ ഈ പേനയെ ഞാൻ ബ്രേക്ക് ചെയ്ത് കൊണ്ടുപോയാൽ അവസാനം എനിക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ആറ്റംസ് ആണ്. ആ ആറ്റമിനെ പിന്നെ ഡിവൈഡ് ചെയ്യാൻ സാധ്യമല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുലേറ്റ് പറയുന്നത്. അതുപോലെ ആറ്റത്തെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. Atoms of the same element has a definite mass and chemical properties.
അതായത് ഇപ്പോൾ ഞാനൊരു കാർബൺ എന്നൊരു എലമെന്റ് എടുത്തു എന്ന് വിചാരിക്കുക. കാർബണിന്റെ എല്ലാ ആറ്റത്തിനും ഒരേ മാസും ഒരേ തരത്തിലുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് വിൽ ഹാവ് ഡിഫറെന്റ് മാസ് ആൻഡ് ഡിഫറെന്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇനി മറ്റൊരു എലമെന്റായ ഹൈഡ്രജൻ എടുത്തു നോക്കുക. അപ്പോൾ ഹൈഡ്രജനിന്റെ ആറ്റത്തിന്റെ മാസും അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും കാർബണിൻ്റെതിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കും. ഇനി ഞാൻ മറ്റൊരു എലമെന്റായ നൈട്രജൻ എടുത്താൽ അതിന്റെ നൈട്രജന്റെ ആറ്റത്തിന്റെ മാസും അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഇവയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതാണ് പറയുന്നത്, ഓരോ എലമെന്റിന്റെയും ആറ്റത്തിലെ മാസും കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. ഡിഫറെന്റ് എലമെന്റ്സിലുള്ള ആറ്റത്തിന്റെ മാസും പ്രോപ്പർട്ടീസും ഡിഫറെന്റ് ആയിരിക്കും. Atoms combine in the ratio of small whole numbers to form the compounds. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അര കാർബണും അല്ലെങ്കിൽ ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു വെച്ചാൽ ഒരു അര കാർബണും ഒരു 1/4 ഓക്സിജനും അങ്ങനെയൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. ചെറിയ ഹോൾ നമ്പർ പ്രൊപ്പോർഷനിലാണ് അവ ജോയിൻ ചെയ്യുന്നത്. നമുക്കിപ്പോൾ അറിയാം, ഒരു കാർബൺ ഡൈ ഓക്സൈഡിൽ ഒരു ആറ്റം ഓഫ് കാർബണും 2 ഓക്സിജനും ഉണ്ട് അല്ലേ. അപ്പോൾ CO2 എന്ന് പറയുമ്പോൾ അതിൽ 3 ആവുന്നുണ്ട്. അങ്ങനെയാണ്, ഹോൾ നമ്പേഴ്സാണ്, അല്ലാതെ അര, 1/4 അല്ലെങ്കിൽ 0.5, 0.75 അങ്ങനെയുള്ള റേഷ്യോ ഇല്ല. ഓക്കെ, അതാണ് അടുത്ത ഒരു പോസ്റ്റിലേക്ക്. ഫൈനലി ഏറ്റവും അവസാനമായിട്ട് റിലേറ്റീവ് നമ്പർ ആൻഡ് കൈൻഡ്സ് ഓഫ് ആറ്റംസ് ആർ ദ സെയിം ഇൻ എ പെർട്ടിക്കുലർ കമ്പൗണ്ട്. ഒരു കമ്പൗണ്ടിലുള്ള ആറ്റംസിന്റെ റിലേറ്റീവ് നമ്പറും അതിന്റെ കൈൻഡും അല്ലെങ്കിൽ ഏതൊക്കെ ചേർന്നിരിക്കുന്നു എന്നുള്ളത് സെയിം ആയിരിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ അമോണിയയുടെ എക്സാമ്പിൾ നോക്കൂ, നൈട്രജനും ഹൈഡ്രജനും അല്ലേ. അപ്പോൾ ഒരു നൈട്രജനും 3 ഹൈഡ്രജനും ചേർന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ ടൈപ്പ്, ഒരു അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന ആരൊക്കെ ആയിരിക്കും? നൈട്രജനും ഹൈഡ്രജനും. ഇപ്പം ഞാൻ പറയുകയാണ്, ഓക്കെ എനിക്ക് നൈട്രജൻ എൻ്റെ കയ്യിലില്ല, തൽക്കാലം ഞാൻ അലൂമിനിയം വെച്ചിട്ട് അമോണിയ ഉണ്ടാക്കാം. പറ്റുമോ? ഇല്ല. അമോണിയ വേണമെങ്കിൽ നൈട്രജനും ഹൈഡ്രജനും വേണം. എനിക്ക് ഒരു നൈട്രജനും 3 ഹൈഡ്രജനും ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ മാസ് പ്രൊപ്പോർഷൻ എന്തായിരിക്കും? 14/3 എന്നുള്ള റേഷ്യോയിൽ ആയിരിക്കും. നമ്മൾ ആരംഭത്തിലേ പറഞ്ഞു, ഡാൾട്ടന്റെ ആറ്റമിക് തിയറി ലോസ് ഓഫ് കോമ്പിനേഷനെ ബേസ് ചെയ്തിട്ടാണ്. അദ്ദേഹം ലോസ് ഓഫ് കോമ്പിനേഷന് എക്സ്പ്ലനേഷൻ കൊടുത്തു അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുത്തു എന്ന രീതിയിലാണ് അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് ഈ കൺഫർമേഷൻ കൊടുത്തത് എന്ന് നിങ്ങൾക്കൊരു ചോദ്യം ലഭിക്കാം. അതിങ്ങനെയാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് നോക്കി. Atoms are indivisible particles, can neither be created nor be destroyed in a chemical reaction. അപ്പോൾ ആ സെക്കൻഡ് ഹാഫ് നമ്മൾ എടുത്താൽ atoms can neither be created nor be destroyed എന്നുള്ളത് ഏതിന് ഒരു എക്സ്പ്ലനേഷൻ ആണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ബൈ ലവോസിയർ അല്ലേ. അദ്ദേഹം പറഞ്ഞ ആ കൺസർവേഷൻ തിയറി ഇവിടെ പ്രാബല്യത്തിൽ വരികയാണ് അല്ലേ. അതുകൂടാതെ മറ്റൊരു പോയിന്റായ, അതായത് നമ്മുടെ മൂന്നാമത്തെ പോയിന്റും നമ്മുടെ 5ാമത്തെ പോയിന്റും കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കിയേ. മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഒരു എലമെന്റിന്റെ ആറ്റംസിന്റെ പ്രോപ്പർട്ടീസും മാസും സെയിം ആയിരിക്കും. ഞാൻ പറഞ്ഞു, ഇപ്പോൾ കാർബൺ എടുത്താൽ കാർബൺ ആറ്റത്തിന്റെ മാസും അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയും ഹൈഡ്രജന്റെ ഇതിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അത് ഫിക്സ്ഡ് ആയിരിക്കും. അതുപോലെ ഒരു കമ്പൗണ്ടിലുള്ള ആറ്റത്തിന്റെ നമ്പറും മാസും ഡെഫിനറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ എനിക്ക് ഒരു കാർബണും 2 ഓക്സിജനും കമ്പൈൻ ചെയ്താലേ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു നൈട്രജനും 3 ഹൈഡ്രജനും ചേരണം, അല്ലെങ്കിൽ 14:3 എന്ന റേഷ്യോയിൽ അവ രണ്ടും ചേർന്നാൽ മാത്രമേ എനിക്ക് അമോണിയ കിട്ടുകയുള്ളൂ എന്നും മനസ്സിലായി. അപ്പോൾ അത് എന്തിനുള്ള വെരിഫിക്കേഷനാണ്? ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ബൈ പ്രോസ്റ്റ്. അപ്പോൾ ഈ 2 തിയറിയും ഇദ്ദേഹം കൺഫേം ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡെഫിനറ്റ് ആയിട്ട് ചോദ്യം ലഭിക്കും. ഓരോ ലോയും എങ്ങനെയാണ്, ഏത് പോയിന്റാണ് ഇതിനെ കൺഫേം ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. പക്ഷേ കാലം കഴിയുന്തോറും നമ്മൾ കൂടുതൽ പഠനങ്ങൾ നടന്നു, കൂടുതൽ റിയാക്ഷൻസ് ചെയ്ത് നോക്കി, കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ വന്നപ്പോഴാണ് ഈ ഡാൾട്ടന്റെ തിയറിക്ക് ചില ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അതെന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിലെ ഡിസഡ്വാൻറ്റേജസ് ഇവയൊക്കെയാണ്. അദ്ദേഹം പറഞ്ഞത് ആറ്റം ആണ് ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ, ഇനി അതിനെ വീണ്ടും വിഭജിക്കാൻ സാധ്യമല്ല എന്നാണ്. അതായത് ഏതൊരു മാറ്ററിനെയും നമ്മൾ വിഘടിച്ച് നമുക്ക് അവസാനം ആറ്റം കിട്ടുന്നു. ആറ്റത്തിന്റെ സ്റ്റേജിലെത്തിയാൽ ഇനി വിഘടിക്കാൻ സാധ്യമല്ല, അതാണ് ഏറ്റവും ചെറുതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പിന്നീടുള്ള പഠനങ്ങൾ തെളിയിച്ചത് ഈ ആറ്റത്തിന് വീണ്ടും 3 പാർട്സ് ആണുള്ളത്. ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ആണ്. പ്രോട്ടോൺസ് ഉണ്ട്, അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതുകൂടാതെ ന്യൂട്രോൺസ് ഉണ്ട്, അതായത് ചാർജ് ഇല്ലാത്ത. അപ്പോൾ ഇവയെ നമ്മൾ സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആറ്റം ഇൻഡിവിസിബിൾ എന്നുള്ള ആ ഒരു തിയറി അവിടെ അങ്ങ് തെറ്റായിട്ട് പ്രൂവ് ചെയ്യപ്പെട്ടു.
ഇനി മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞത്, ഒരു ആറ്റത്തിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ ആറ്റം എടുത്താൽ അതിൻ്റെ മാസ് എപ്പോഴും സെയിം, അതായത് കാർബണിൻ്റെ മാസ് എപ്പോഴും ഒന്നായിരിക്കും, ഹൈഡ്രജൻ്റെ മാസ് ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മുടെ നേച്ചറിൽ ചില സമയത്ത് കാർബൺ പല മാസിൽ എക്സിസ്റ്റ് ചെയ്യാം, ചെറിയ വേരിയേഷൻ ഉള്ള മാസസ്. അതായത് കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്ന് പറയും. കാർബണിന് 12 അതിൻ്റെ സാധാരണ നിലയിലുള്ള അറ്റോമിക് മാസ്. പക്ഷേ ചില സമയത്ത് കാർബണിന് 13 കാണും, ചിലതിൽ കാർബണിന് 14 കാണും. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ഐസോടോപ്പ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ പിന്നീട് പഠിക്കും. പിന്നെ ഉള്ള മൂന്നാമത്തെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്, ഡിഫറെൻറ്റ് എലമെൻറ്റിൻ്റെ ആറ്റത്തിന് ഡിഫറെൻറ്റ് മാസാന്ന് പറഞ്ഞു. അതായത് കാർബണിൻ്റെ മാസം 12 ആണെങ്കിൽ ഹൈഡ്രജന് 1 ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ 3 എലമെൻറ്റ്സ് ഉണ്ട്, ആർഗൺ, പൊട്ടാഷ്യം, കാൽഷ്യം. ഇവ മൂന്ന് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണെങ്കിലും അവയുടെ ആറ്റത്തിൻ്റെ മാസ് എത്രയാണ്? 40 ആണ്. മാസ് സെയിം ആണ്. അപ്പോൾ ആ ഒരു തിയറിയും റോങ് ആണെന്ന് പിന്നീട് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.